ഹലോ, നമസ്കാരം. ഞാൻ പ്രതീക്ഷ ഇല്ലാതെ ഒരു 2-3 സ്ട്രോബെറി തൈ നട്ടു. പക്ഷേ അത് നമ്മളെ പരിശ്രമം അധ്വാനം കൊണ്ട് അത് ഫ്ലവറായി കായായി പഴുത്തു. ഏകദേശം നല്ല കുഴപ്പമില്ലാത്ത കായുണ്ട്, ഫലമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വളം ഇട്ടിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് കായ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ, ഫ്ലവറും. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ ഉണങ്ങിയ ഇലകളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് വളം കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ സ്ട്രോബെറി നമുക്ക് ഏത് സീസണിലും വളർത്താൻ പറ്റുന്നതൊരു ചെടിയാണ്. വല്ല തണുപ്പൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ പരിശ്രമിച്ചാൽ, നല്ലവണ്ണം നോക്കിയാൽ ഏത് സമയത്തും സീസണില്ലാതെ കായ്ക്കും ഏത് ചെടിയായാലും. അതിനൊരു ഉദാഹരണമാണ് ഇത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ സ്ട്രോബെറി ഉണ്ടാവുമെന്ന്. പക്ഷേ നല്ലൊരു വിജയമായിരുന്നു. നല്ല കുഴപ്പമില്ലാത്ത സ്ട്രോബെറി കായ്ച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ കൊലയായിട്ട് കായ്ച്ചിരിക്കുന്നു. ഇതിന് ഫസ്റ്റ് നട്ട സമയത്ത് കുറച്ച് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് അങ്ങനത്തെ മണ്ണും മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല ജൈവ രീതിയിലാണ് ഇത് കൃഷി ചെയ്തത്. കൂടുതൽ വളം കാര്യങ്ങളും ആവശ്യമില്ല. ഇപ്പം നമുക്ക് കുറച്ച് വളം കൊടുക്കാമെന്ന് കരുതി അതിന് ഞാൻ വാങ്ങിയതാണ് ഒരു ജൈവ വളം. കമ്പോസ്റ്റ് വളമാണ്. അപ്പോൾ ഇതൊന്ന് കൊടുക്കാമെന്ന് കരുതി. ഏതൊരു കൃഷി ചെയ്യുമ്പോഴും നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. നമുക്ക് മടി പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഉണങ്ങിയൊരു പൊടിയാണ്. ഈ പൊടികളൊക്കെയാണ് ഈ സ്ട്രോബെറി ഫ്രൂട്ടിനൊക്കെ നല്ല പൂക്കും, നല്ല കായ്ക്കും. ഇതെല്ലാം മിക്സായുള്ള ചാണകം, എല്ലുപൊടിയൊക്കെ പാടെ മിക്സ് ഇല്ലതാണ്. അത് നമുക്ക് സൈഡ് കൂടെ ഇട്ട് കൊടുക്കട്ടോ. കാരണം മുരട്ടക്ക് പോയത് സൈഡിൽ ഇങ്ങോട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ പിടിക്കും. പിന്നെ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്. കുറച്ച് വെള്ളമേ കൊടുക്കാൻ പാടുള്ളൂ. ചീച്ചിൽ വേഗം വരും. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ഒറ്റ നേരം നനച്ചാൽ മതി, എന്നാൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മളിതിൻ്റെ ചുറ്റുഭാഗം ചകിരി വെക്കുന്നുണ്ട്. ചകിരി ആദ്യം വെച്ചിരുന്നു. അപ്പം വളമിടാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ്. അപ്പോൾ പിന്നെ കുറച്ച് കൊടുത്താലും അതിന് നനവട കിടക്കും. കണ്ടോ, എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കാം എല്ലാത്തിനും. ഇത് വേറെ അടുത്ത ചട്ടിയാണ്. 4 തയ്യാണ് വാങ്ങിയത്. 4 എനിക്ക് ഉഷാറായിട്ടുണ്ടായി. ഒക്കെ ഫ്ലവറായി, ചിലത് പഴുക്കലെടുത്ത് കായായി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ചുറ്റുഭാഗം മൊരട്ടക്ക് ഇട്ട് കൊടുക്കരുത്, ചുറ്റുഭാഗം ഇട്ട് കൊടുക്കുക. കേട്ടോ, ഒക്കെ ഏകദേശം നല്ല ഫ്ലവറായി തുടങ്ങും. കണ്ടോ, നല്ല വലുപ്പമുണ്ട് കായ, നല്ല വലുപ്പമുണ്ട്. നമ്മളെ പരിപാലനത്തിൻ്റെ പ്രയോഗത്തോണ്ട് നല്ല വലുപ്പമുണ്ട് കായ്. കാരണം സ്ട്രോബെറി ഞാൻ ഇത്ര വലുപ്പമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കണ്ടോ, ഇതിനും കായ് വല്ലെടുത്തി. തണുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് കായ്ക്കുന്നൊരു സാധനം തന്നെ. വല്ല പരിപാലനം, വല്ല കീടങ്ങൾ അറ്റാക്കും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് ഈ സ്ട്രോബെറി. എനിക്കിതുവരെ എന്തും കീടങ്ങൾ അറ്റാക്കും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നുമില്ല. ഇതൊക്കെ നല്ല ഇലച്ചിക്കണം. ഇതിമൊക്കെ അത് ഫ്ലവറായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ സ്ട്രോബെറി അങ്ങനത്തെ നടുകയാണ്. ഒരിക്കലും നല്ല ജൈവവളം തന്നെ ഇടണം. മറ്റേ നമ്മൾ ഇംഗ്ലീഷ് വളം ഒരിക്കലും ഉപയോഗിക്കുന്നത്. തൈ ചീഞ്ഞ് പോകും. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാം. കുറച്ച് മണ്ണ് കണ്ടോ, ഇതുപോലെ ഇട്ടിട്ട് മണ്ണ് നടുപ്പിച്ച് കൊടുത്താൽ ഒന്നും കൂടി നല്ല ബുഷായിട്ട് ഫ്ലവറായിട്ട് കായാവും. കേട്ടോ, നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴാണ് അതൊക്കെ പഠിക്കുക. നമ്മൾ ചെയ്ത് ഇതാകുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഐഡിയകളൊക്കെ മനസ്സിലാവും. അപ്പോൾ പിന്നെ ഇതുപോലെ ഏത് കാര്യമായാലും, കൃഷി അല്ലെങ്കിൽ ഏത് കാര്യമായാലും നമ്മൾ ചെയ്യുമ്പോഴാണ് പഠിക്കുക. കണ്ടോ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കൃഷി സ്ട്രോബെറിയാണ്. അപ്പോൾ വിജയം ഉറപ്പിച്ചു. ഇനിയിപ്പോൾ അടുത്തോളം കൂടുതൽ ചെയ്യണം. ഇതിനെ തൈ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. കേട്ടോ, ഇതിപ്പം അതിൻ്റെ റണ്ണറാണ്. അപ്പോൾ ഇങ്ങനെ തൂങ്ങി റണ്ണറാണ്ട് വരും. ഇത് കട്ട് ചെയ്ത് നമുക്ക് വേറെ ചട്ടിയിൽ കുഴിച്ചിടാം. കണ്ടോ, ഇതിങ്ങനെ കട്ട് ചെയ്യുക, അതുപോലെ കുഴിച്ചിടുക. അതുപോലെ വേര് വരുമ്പോൾ കുഴിച്ചിട്ടാൽ ഉണങ്ങി പോകുകയില്ല, ഉഷാറായിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് വേറെ ചട്ടിയിൽ കുഴിച്ചിടാം. ഇതുപോലെ ഇത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. എന്നാലേ ആ വലിയ ചെടിക്ക് നല്ല ആരോഗ്യം, നല്ല പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെടിക്ക്, മദർ ചെടിക്ക് നല്ല ഇതുണ്ടാവുകയില്ല. അപ്പോൾ ഇത് ഫുള്ള് കണ്ടത് മാല ഇതൊക്കെ തൈകളാട്ടോ. ഇതാണ് ഇതിൻ്റെ തൈകൾ. ഇതാണ് നടലാണ്. ഇത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കായാവും ചെയ്യും. കേട്ടോ, ഇത് നമുക്ക് കുറേ നടാം. ഇതങ്ങനെ നട്ടുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ഇനി കട്ട് ചെയ്യും തോറും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ കട്ട് ചെയ്ത് വേറെ അങ്ങനെ പൊഴിച്ചിട്ട് കുറേ ഉണ്ടാക്കാം. കേട്ടോ, അതൊക്കെ നല്ല തൈ. ഇതിങ്ങനെ നടാം. എന്നിട്ട് നമുക്ക് അതുപോലെ ചകിരി വെക്കാം. കേട്ടോ,
ഇതുപോലെ എല്ലാത്തിനും ചകിരി വെച്ചു. ചകിരി നിർബന്ധം കേട്ടോ, കാരണം ഇത് കായ് കായ്ച്ച് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ്, നല്ല തണുപ്പ് വേണം. അപ്പോൾ ഇതിന് ചകിരി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടർന്നു വെക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതല്ല, ഇത് കായ് ആയി കഴിഞ്ഞാൽ മണ്ണിൽ തട്ടാൻ പാടില്ല. മൺതട്ട കായ് കേടുന്നു പോകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചകിരി വെച്ചെടുക്കാം. ചകിരിയോ ഇനി ചകിരിച്ചോറ്, ഞാൻ ചകിരി വെച്ചെടുത്ത്. അപ്പോൾ ചകിരിച്ചോറ് കണ്ടോ, ഇതൊക്കെ നല്ല കായ് ആയിട്ടുണ്ട്. കണ്ടോ ഇത് വേറെ തയ്യാണ്, നല്ല കായ് ഫ്ലവർ ആയിട്ടുണ്ട്. ഏകദേശം പെട്ടെന്നാവും. നമുക്ക് ഞാൻ പറിച്ചത് കുറച്ച് നടാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത റണ്ണർ ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇതിവിടെ നല്ല ബുഷായിട്ട് കിട്ടും. കണ്ടോ, ഇതൊരിക്കലും നമ്മൾ ഇതിൽ നടരുത്, സ്ഥലത്ത് ഇതുപോലെ ഡ്രമ്മോ ചട്ടിയിലോ ഒക്കെ നടാം. കാരണം എന്നാലും ഇതിൻ്റെ കീടങ്ങളെ അറ്റാക്കോ ഉച്ചിൻ്റെ ശല്യമൊന്നും ഇല്ലാതിരിക്കുള്ളൂ. കണ്ടോ, ഇതുപോലെ നടാം. കണ്ടോ, ഇതിന് ഒരാഴ്ച കൊണ്ട് നല്ല വേരൊക്കെ ഉണ്ട്, ഏകദേശം നല്ല ഉഷാറായിട്ട് ബുഷായിട്ട് വരും. അപ്പോൾ നമുക്ക് വെടിയുണ്ടോ, അങ്ങനെ ഇരട്ടിയായിട്ട് കൃഷി ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് പറിക്കണം എന്ന് കരുതുന്നത്. നല്ല ഫ്ലവർ, നല്ല ഉഷാറായി പൈത്ത്, ഏകദേശം നല്ല വലുപ്പമുണ്ട്. കണ്ടോ, നമ്മൾ പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. ഏത് സംഭവമായാലും നമ്മൾ പരിശ്രമിക്കുക, അപ്പോൾ വിജയം ഉറപ്പാണ്. അതിനൊരു ഉദാഹരണമാണിത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല സ്ട്രോബെറി. ഞാൻ നട്ട സമയത്ത് ഓരോരുത്തർ പറഞ്ഞിരുന്നത് സ്ട്രോബെറി ശരിയാവില്ല, ഇതാവില്ല അതൊക്കെ. പക്ഷേ എനിക്കൊരു വാശി, നമുക്ക് എപ്പോഴും ഒരു വാശി വേണം, എന്നാലേ എല്ലാതും വിജയിക്കുള്ളൂ. ഓക്കെ.